ഹായ്, കുറച്ച് വർഷങ്ങൾ പിന്നോട്ടു പോയാൽ ആ പഴയ ലോക്ക്ഡൗൺ കാലം ഓർക്കുമ്പോൾ ഒരു സ്വപ്നം പോലെയല്ലേ തോന്നുന്നത്. ലോകം മുഴുവൻ ഒരു നിമിഷം നിശ്ചലമായി നമ്മുടെയെല്ലാം ജീവിതം ആകെ മാറിമറിഞ്ഞ ആ ദിവസങ്ങളിലേക്ക് നമുക്ക് ഒരുമിച്ച് ഒന്നുകൂടിയൊന്ന് പോയി നോക്കാം. അതെ, ആ പഴയ ഓർമ്മകൾ ഒരു സ്വപ്നം പോലെ അല്ലെങ്കിൽ ചിലർക്കൊരു വലിയ പാഠം പോലെ തോന്നുന്നുണ്ടാവും. അപ്പം നമുക്ക് ആ ഓർമ്മകളിലേക്ക് ഒന്നുകൂടിയൊന്ന് പോയി നോക്കിയാലോ? തുടങ്ങാം, ലോകം പെട്ടെന്നങ്ങ് നിശബ്ദമായ ആ നിമിഷത്തിൽ നിന്ന്. അപ്പോ ആദ്യത്തെ ഭാഗം മഹത്തായ നിശ്ചലത, ലോകം നിന്നുപോയപ്പോൾ. ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാവരും ആദ്യം അനുഭവിച്ചത് അതായിരുന്നുവല്ലേ. നമ്മുടെ ആ തിരക്കിട്ട ജീവിതത്തിലേക്ക് പെട്ടെന്നൊരു ദിവസം വന്നു കയറിയ ആ ഒരു അവിശ്വസനീയമായ നിശ്ശബ്ദത. ഒന്ന് ഓർത്തു നോക്കിക്കേ, ആ ദിവസങ്ങൾ. റോഡുകളൊക്കെ ശൂന്യം, സ്കൂളിന്റെ ഗേറ്റിൽ വലിയൊരു പൂട്ട്. നമ്മുടെ ജീവിതത്തിലെ ആ പതിവൊച്ചയും ബഹളമൊക്കെ ഒറ്റ ദിവസം കൊണ്ട് സ്റ്റോപ്പ്. അടുത്ത കൂട്ടുകാരുടെ ഇടയിൽ പോലും 6 അടി അകലം എന്നൊരു പുതിയ നിയമം വന്നു. ശരിക്കും ആ നിശബ്ദതയ്ക്കൊരു പേടിയുടെ മുഖം തന്നെയായിരുന്നു അല്ലേ. പുറം ലോകം അങ്ങനെ അടഞ്ഞപ്പോ നമ്മുടെ ഓരോരുത്തരുടെയും വീടുകൾ ഒരു പ്രപഞ്ചമായിട്ട് മാറി. 4 ചുമരുകൾക്കുള്ളിലെ ഒരു ലോകം. ആ പുതിയ പ്രപഞ്ചത്തിൽ എന്തൊക്കെയാ സംഭവിച്ചതെന്ന് നോക്കാം. ദാസേട്ടന്റെ കുടുംബത്തിന്റെ കാര്യം പോലെ തന്നെ ഒരുപാട് കുടുംബങ്ങൾ വീണ്ടും ഒന്നിച്ചിരുന്നു. ആ തിരക്കിനിടയിൽ നമ്മൾ എന്നോ മറന്നുപോയ പഴയ ബോർഡ് ഗെയിമുകളൊക്കെ പൊടി തട്ടിയെടുത്തു. അടുക്കളയിലാണെങ്കിൽ പുതിയ പുതിയ പരീക്ഷണങ്ങൾ, പിന്നെ പഴയ കഥകളൊക്കെ വീണ്ടും പറഞ്ഞു. അതിന്റെ കൂടെ എല്ലാവരും ഒരുമിച്ച് വീട്ടിലിരിക്കുമ്പോഴുള്ള ചെറിയ ചെറിയ ബഹളങ്ങളുമുണ്ടായിരുന്നു. ആ ആശയക്കുഴപ്പങ്ങൾക്കിടയിലും നമ്മൾ ചിരിക്കാൻ പഠിച്ചു, അല്ലേ? വർക്ക് ഫ്രം ഹോമിന് ശരിക്കും 2 മുഖങ്ങളുണ്ടായിരുന്നു. അതിന്റെ നല്ല വശങ്ങൾ എന്തൊക്കെയാ? ലുങ്കിയൊക്കെ ഉടുത്ത് കൂളായിട്ട് ഒഫീഷ്യൽ മീറ്റിംഗിൽ ഇരിക്കാം. എന്നും രാവിലെയും വൈകിട്ടുമുള്ള ആ ഓട്ടമില്ല, കുടുംബത്തിന്റെ കൂടെ കൂടുതൽ സമയം കിട്ടി. പക്ഷേ മറുവശത്ത് പ്രശ്നങ്ങളുമുണ്ടായിരുന്നു. അച്ഛന്റെ സൂം മീറ്റിംഗ് നടക്കുന്ന അതേ സമയത്തായിരിക്കും മകളുടെ ഓൺലൈൻ ക്ലാസ്. പിന്നെ കുട്ടികളുടെയും വീട്ടുകാരുടെയും ഒക്കെയുള്ള ബഹളം. ഇതിന്റെയൊക്കെ കൂടെ നമ്മളിൽ പലർക്കും അറിയാത്ത പുതിയ ടെക്നോളജികളൊക്കെ പെട്ടെന്ന് പഠിക്കേണ്ടി വന്നു. അതൊരു വലിയ വെല്ലുവിളി തന്നെയായിരുന്നു. അതെ, ആ സമയം ചിരിയും കണ്ണീരുമൊക്കെ കലർന്ന ഒന്നായിരുന്നു. വൈകാരികമായി നമ്മളെല്ലാവരും ഒരുപാട് ഉയർച്ചാ താഴ്ചകളിലൂടെ കടന്നുപോയി. സന്തോഷത്തിന്റെ നിമിഷങ്ങൾക്കിടയിലും നെഞ്ചുപൊള്ളിക്കുന്ന ഒരുപാട് വേദനകളും കൂടെ തന്നെ ഉണ്ടായിരുന്നു. എങ്കിലും ആ പ്രതിസന്ധികളെ മറികടക്കാൻ നമ്മൾ കുറേ നല്ല വഴികളൊക്കെ കണ്ടെത്തി. ഓർക്കുന്നില്ലേ ആ സോഷ്യൽ മീഡിയ ചലഞ്ചുകൾ? പിന്നെ ആ ഡാൽഗോണ കോഫി? ദാസേട്ടന്റെ മകനൊക്കെ ഉണ്ടാക്കി നോക്കിയപ്പോലെ നമ്മളിൽ പലരും അതൊന്ന് പരീക്ഷിച്ചു നോക്കി. ചിലത് വിജയിച്ചു, ചിലത് പരാജയപ്പെട്ടു. എല്ലാവരും പെട്ടെന്ന് വലിയ ഷെഫുമാരായി മാറി. പിന്നെ വർക്ക് ഫ്രം ഹോമിലെ തമാശകളൊക്കെ ഓൺലൈനിൽ ഷെയർ ചെയ്ത് നമ്മൾ ഒരുമിച്ച് ചിരിച്ചു. പക്ഷേ ആ ചിരികൾക്കപ്പുറത്ത് ഒരിക്കലും ഉണങ്ങാത്ത ചില മുറിവുകളും ആ കാലം നമുക്ക് തന്നു. പ്രിയപ്പെട്ടവർ പോകുമ്പോൾ അവസാനമായി ഒന്നു കാണാൻ പോലും പറ്റാതെ പോയവരുടെ വേദന. എത്രയോ പേർക്ക് ജോലി നഷ്ടപ്പെട്ടു, പ്രത്യേകിച്ച് നമ്മുടെ പ്രവാസി സഹോദരങ്ങൾക്ക്. പിന്നെ ക്വാറന്റീനിൽ ഒറ്റയ്ക്ക് കഴിയേണ്ടി വന്നവരുടെ ആ കൊടിയ ഏകാന്തത. സാമ്പത്തികമായി എന്ത് ചെയ്യുമെന്നറിയാത്ത ആ ഒരവസ്ഥ. ആ നോവുകളൊന്നും അത്ര പെട്ടെന്ന് മാറുന്നതല്ല. ഈയൊരു വാചകം മതിയായിരുന്നു ആ കാലത്തിന്റെ സത്യം മനസ്സിലാക്കാൻ. നീ എത്ര വലിയവനാണെങ്കിലും ഒരു കുഞ്ഞു വൈറസിന് നിന്നെ തളച്ചിടാം, ശരിയല്ലേ? നമ്മുടെ പണത്തിനോ പദവിക്കോ സ്ഥാനത്തിനോ ഒന്നും ഒരു വിലയുമില്ലെന്നും ഈ പ്രകൃതിക്ക് മുന്നിലും മനുഷ്യൻ എത്ര നിസ്സാരനാണെന്നും നമ്മളെല്ലാവരും തിരിച്ചറിഞ്ഞ കുറേ നിമിഷങ്ങളായിരുന്നു അത്. അപ്പോ ഈ മാറ്റങ്ങൾക്കിടയിൽ നമ്മൾ എന്തൊക്കെ പാഠങ്ങളാണ് പഠിച്ചത്? പ്രത്യേകിച്ച് ഡിജിറ്റൽ ലോകത്തേക്ക് നമ്മളെല്ലാവരും പെട്ടെന്ന് മാറേണ്ടി വന്നില്ലേ? ഒരു കുടുംബത്തിന്റെ കഥയിലൂടെ നമുക്കിത് കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ഇതൊരു സൈറ്റ് സൂപ്പർവൈസറായ രാഹുലിന്റെയും മകൾ മീനാക്ഷിയുടെയും കഥയാണ്. 2020 മാർച്ചിൽ ലോക്ക്ഡൗൺ വന്നപ്പോൾ രാഹുലിന് ജോലി പോയി, മീനാക്ഷിയുടെ സ്കൂളും അടച്ചു. ഏപ്രിൽ ആയപ്പോഴേക്കും കടം വാങ്ങിയൊരു ഫോണിലാണ് മീനാക്ഷി ഓൺലൈൻ ക്ലാസ് തുടങ്ങിയത്. കമ്പ്യൂട്ടറിനെക്കുറിച്ച് വലിയ പിടിപാടൊന്നും ഇല്ലാതിരുന്ന രാഹുൽ വർക്ക് ഫ്രം ഹോമും തുടങ്ങി. പിന്നെ ആയിരുന്നു ശരിക്കുള്ള ബഹളം. അച്ഛന്റെ സൂം മീറ്റിംഗും മകളുടെ ക്ലാസ്സും ഒക്കെ ഒരേ മുറിയിൽ. പക്ഷേ നോക്കൂ, 2020 അവസാനമായപ്പോഴേക്കും രാഹുൽ പുതിയ സോഫ്റ്റ്വെയറൊക്കെ പഠിച്ച് മിടുക്കനായി. മീനാക്ഷി ഓൺലൈൻ അസൈൻമെന്റൊക്കെ ചെയ്യാൻ തുടങ്ങി. ഇന്ന് രാഹുലിന്റെ ഓഫീസ് ഒരു ഹൈബ്രിഡ് മോഡലിലേക്ക് മാറി. മീനാക്ഷിയുടെ സ്കൂളിൽ ഇപ്പോഴും ഹോംവർക്കിനൊക്കെ വാട്സാപ്പ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ പ്രതിസന്ധികൾക്കിടയിലും മനുഷ്യൻ എങ്ങനെ പുതിയ കാര്യങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകാൻ പറ്റും എന്നതിൻ്റെ ഒരു ഉദാഹരണമാണിത്. അപ്പോ ആ വലിയ നിശ്ചലതയ്ക്കും വീട്ടിലെ ബഹളങ്ങൾക്കും ഡിജിറ്റൽ ലോകത്തേക്കുള്ള മാറ്റങ്ങൾക്കുമൊക്കെ ശേഷം അവസാനം നമ്മൾ പഠിച്ച ഏറ്റവും വലിയ പാഠം എന്താണ്? യഥാർത്ഥത്തിൽ എന്താണ് പ്രധാനം എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞില്ലേ? ഒന്ന് ആലോചിച്ചു നോക്കൂ, ഇതിൽ നിന്നെല്ലാം നമ്മൾ എന്താ പഠിച്ചത്? നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ആ ലോക്ക്ഡൗൺ കാലം ബാക്കി വെച്ചുപോയ ഏറ്റവും വലിയ പാഠം അതെന്തായിരുന്നു? ഒരുപക്ഷേ ഉത്തരമിതായിരിക്കും. നമ്മുടെ കൂടെയുള്ളവരുടെ സാമീപ്യമാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ സമ്പാദ്യം. ലോകം മുഴുവൻ നിശ്ചലമായി പോയ ആ സമയത്ത് നമ്മൾ തിരിച്ചറിഞ്ഞ ഏറ്റവും വലിയ സത്യമിതായിരുന്നു. നമ്മുടെ പണമോ ജോലിയോ പദവിയോ ഒന്നുമല്ല നമ്മുടെ കൂടെയുള്ളവർ.
അവരുടെ ആ ഒരു സാന്നിധ്യം, അതിനേക്കാൾ വലിയൊരു സമ്പാദ്യം ഈ ലോകത്തില്ല. ആ ഒരു തിരിച്ചറിവ് തന്നെയാണ് ലോക്ക്ഡൗൺ നമുക്ക് തന്ന ഏറ്റവും വിലയേറിയ പാഠം.